ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ചിലയിടത്ത് അശ, ചിലയിടത്ത് അഴ, ചിലയിടത്ത് അയ, ഇങ്ങനെയുള്ള പേരിൽ ഇത് അറിയപ്പെടും. എന്തൊക്കെ തന്നെ ആണെങ്കിലും തുണി ഇടുന്ന ആ ഒരു സംഭവത്തെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന അയ എന്ന് പറയുന്നത്. ഇതിന് ഒരു സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെവിടെയാണ്, എന്താണ്, എങ്ങനെയാവണം എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരാമർശിക്കുന്നത്. നമസ്കാരം, രുദ്രധാരയുടെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് അയ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം എവിടെയാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഉടയാട ഭഗവാനെ ഉടുപ്പിക്കുന്നത് അത് പുറത്തങ്ങനെ ഇടാറില്ല. ഭക്തജനങ്ങൾ കാണുന്നിടത്ത് അത് കഴുകി ഇടാറില്ല. പക്ഷെ അത് ഉണക്കി കൊണ്ടുവന്ന് ഇടാറുണ്ട്, നമ്മളത് കാണാറുമുണ്ട്. അതിനെക്കുറിച്ച് തന്ത്രശാസ്ത്രത്തിലൊക്കെ പരാമർശിക്കുന്നുണ്ട്, ഉടയാട എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ളത്. എല്ലായിടത്തും അങ്ങനെയാണോ എന്നറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ തുണികൾ കഴുകിയിടുമ്പോൾ ഈറനോട് കൂടി അത് കഴുകിയിടുന്ന സമയത്ത് അതങ്ങനെ ആരും കാണാൻ പാടില്ല. അതെന്താണ്, അല്ലെങ്കിൽ അത് എവിടെ പാടില്ല എന്നുള്ളതും കൂടി വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴുകിയ വസ്ത്രത്തിൽ നിന്നും ജലം താഴേക്കിറ്റ് വീഴും. ഈ സമയത്ത് അത് നല്ല ജലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്ത്രം കഴുകിയതല്ലേ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിനുമപ്പുറം നമ്മളുടെ ശരീരത്തേക്ക് കഴുകിയ വസ്ത്രമാണെങ്കിൽ പോലും അതിനകത്ത് വെള്ളം വീണാനുള്ള നമ്മുടെ രീതി അങ്ങനെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ചില ഭാഗങ്ങൾ, സ്ഥാനങ്ങൾ ഇതിന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മളിത് കെട്ടുമ്പോൾ ഒരുപാട് ചെടികളൊക്കെ അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാവും. ഒരു കാരണവശാലും നമ്മൾ പരിശുദ്ധി കൽപ്പിക്കപ്പെടുന്ന ചെടികൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് ഏത് ചെടിയാണ് പരിശുദ്ധി എന്ന് തോന്നുന്നത്? ഇപ്പോൾ ഒരുപക്ഷെ തുളസി തന്നെ എടുക്കാം. തുളസി ചെടി അതിൻ്റെ താഴെ ഉണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ ഇറ്റ് വീഴുക എന്ന് പറയുന്നത്, ഈ തുണിയിൽ നിന്ന് ഇറ്റ് വീഴുക എന്ന്, അതിൻ്റെ പുറത്ത് വീഴുക എന്ന് പറയുന്നത് അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യം അല്ല. അതുപോലെ തന്നെ പരിശുദ്ധമായ മറ്റ് ചെടികൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. മഞ്ഞളാണെങ്കിലും അതുപോലെ കൂവളം, ഇങ്ങനെയൊക്കെയുള്ള ചെടികളുണ്ടല്ലോ പരിശുദ്ധമാർന്ന. അപ്പം അവയുടെ പുറത്തൊന്നും ഈ ജലം മുകളിൽ നിന്നും ഇറ്റു വീഴാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ നമ്മളിത് വീടിൻ്റെയൊക്കെ, ചില വീടുകളുടെയൊക്കെ മുമ്പിൽ ചെല്ലുമ്പോൾ അവിടെ മുന്നിലൂടെ തന്നെ ഇതിങ്ങനെ അയ കെട്ടിയിട്ടേക്കുന്നത് കാണാം. നമ്മളൊരു വീട് തുറന്നിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കുറുകെ ഈ കയറ് കെട്ടി വെച്ചിരിക്കുന്നതാണ്. അതൊരു നല്ല ശകുനമാണോ? അല്ല. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ കഴുകിയിട്ടിരിക്കുന്ന തുണികൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അതൊരു നല്ല ലക്ഷണം അല്ല. അപ്പോൾ ഇതിനൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് വയ്ക്കാം. നമ്മുടെ വീടിൻ്റെ ടെറസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇടാം, ഒരു കുഴപ്പമില്ല, അല്ലേ? അപ്പോൾ അത് മറ്റുള്ളവർ കാണുന്ന തരത്തിൽ ആകരുത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടും പാടില്ലാത്ത സ്ഥലം ഏതാണ്? അത് പ്രധാനമായിട്ട് 2 സ്ഥലങ്ങളാണ്. ഒന്ന് കന്നിമൂല, മറ്റൊന്ന് ഈശാനകം. ഈ 2 ഭാഗത്തും ഈ പറയുന്ന സാധനം കെട്ടരുത്. കന്നിമൂലയ്ക്ക് യാതൊരു കാരണവശാലും കെട്ടരുത്. കന്നിമൂല എന്ന് പറഞ്ഞാൽ എവിടെയാണ്? തെക്ക് പടിഞ്ഞാറേ മൂല. ആ ഭാഗത്ത് ഈ പറയുന്ന അയ കെട്ടാൻ പാടില്ല. അങ്ങനെ വെള്ളം അവിടെ മേളിൽ നിന്ന് ഇറ്റ് വിടരുത്. പിന്നെ പറയുന്ന ഏതാണ്? ഈശാനകോൺ, അല്ലേ? ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ശുദ്ധിയായിട്ട് തന്നെ ക്രമീകരിക്കുക. ഈ ഈശാനകോൺ എന്ന് പറയുന്നത് ഏത് ഭാഗമാണെന്നറിയാമോ? കിഴക്ക് വടക്ക്. അപ്പോൾ ആ ഭാഗത്ത് എന്ത് വീഴാൻ പാടില്ല? ഈ പറയുന്ന തുണിയിൽ നിന്നും വെള്ളം വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ അയ കെട്ടരുത് എന്ന് പറയാനുള്ള കാരണം. അതേ ഉള്ളൂ അതിൻ്റെ പിന്നിലുള്ള കാര്യം. അപ്പോൾ ഇനി എവിടെ കെട്ടാം? അതും കൂടെ അല്ലേ. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ അടുക്കളയിൽ അയ കെട്ടുന്ന പരിപാടിയുണ്ട്, അത് ഒരു കാരണവശാലും ചെയ്യരുത്. അതുപോലെ പൂജാ റൂം, അവിടെയും കൊണ്ടുവരുന്ന തുണികൾ ഇടരുത്. തുണികൾ എന്ന് മാത്രമല്ല, പൂജയ്ക്കായിട്ടുള്ള സാധനങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. അതല്ല, മറ്റുള്ള സാധനങ്ങൾ വയ്ക്കാനാണ് ഉദ്ദേശമെങ്കിൽ നമ്മളവിടെ വിളക്ക് കത്തിക്കാൻ നിൽക്കരുത്. പിന്നെ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഫോട്ടോസ് വയ്ക്കുന്നതിനെ കുറിച്ച്. ദൈവങ്ങളുടെ ഫോട്ടോസ് ഇതിനകത്ത് വയ്ക്കാന്നുള്ളത്, അത് ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ അവസാനം പറയാം, പൂജാമുറിയിൽ എങ്ങനെ വയ്ക്കാന്നുള്ളത്. അത് പറയുന്നതിന് മുമ്പ് ഇതങ്ങ് പറഞ്ഞു തീർക്കാം.
അതായത് അയ്യ കെട്ടാൻ പാടില്ലാത്ത 2 സ്ഥലങ്ങൾ പറഞ്ഞു, ഈശാനകോണും കന്യമൂലയും. ഇവിടെ 2 ഒഴിവാക്കുക. പിന്നെ അതിൽ നിന്നുള്ള ജലം ഇറ്റ് വീഴരുത്. പരിശുദ്ധമായിട്ടുള്ള പ്രദേശങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും, അത് എന്ത് തന്നെ നിങ്ങൾക്ക് പരിശുദ്ധമെന്ന് തോന്നുന്നത് എന്ത് ചെടികളാണോ അതിനകത്ത് ഇത് ഇറ്റ് വീഴരുത്, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ മുകളിൽ കൂടെ കയറി പോകുമെന്ന് പറഞ്ഞ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അതുപോലെ നിങ്ങൾ കാണുന്ന രീതിയിൽ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ മുമ്പിൽ കൂടെ ഒന്നും ഈ സാധനം പോകരുത്. അപ്പോൾ ഇനി ഇത് എവിടെ ആകാം? വടക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്ന, വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് വായുകോണാണ്. ആ ഭാഗത്ത് കെട്ടാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഏത് ഭാഗത്താണെന്ന് പരാമർശിക്കുന്നു? വായുകോണിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു, വടക്ക് പടിഞ്ഞാറ്. ഇനി വടക്ക് ഭാഗത്താകാം, വടക്ക് മാത്രമേ ആകാവൂ. ആ വടക്ക് എന്ന് പറയുമ്പോൾ അത് നേരെ കിഴക്കോട്ട് പോകരുത്. ഒരുപാട് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ എന്തായി മാറി? ഈശാനകോണായി മാറി. അപ്പോൾ അങ്ങോട്ടും കയറി പോകരുത്, വടക്കാകാം. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തും ആകാം, പക്ഷേ തെക്കോട്ട് കയറി പോകരുത്. അപ്പോൾ പടിഞ്ഞാറുമാകാം, വടക്കുമാകാം, പടിഞ്ഞാറുമാകാം, വടക്ക് പടിഞ്ഞാറും ആകാം, പ്രശ്നങ്ങൾ ഇല്ല. വീടിൻ്റെ പിൻഭാഗം കൂടുതലും വരുന്ന വടക്കല്ലേ, അപ്പോൾ അവിടെ തന്നെ ആകുന്നതായിരിക്കും നല്ലത്. അടുക്കളയിൽ പറ്റില്ല, അടുക്കളയുടെ പുറത്താവാം, അടുക്കളയിൽ ചെയ്യാൻ പാടില്ല അങ്ങനെ. പിന്നെ പലരും പറയുന്നുണ്ട് ബെഡ്റൂമിൽ ഇടാൻ പാടില്ല എന്ന്. ബെഡ്റൂമിലല്ലാതെ ഇതെവിടെ ഇടുന്നേ? ഇപ്പം നമ്മൾ ഒരു റൂമിൽ താമസിക്കുന്നവരുണ്ടാവും അല്ലേ, അവരെവിടെ കൊണ്ടിടുക? പുറത്തിടാൻ പറ്റും ഇല്ല. അപ്പോൾ ബെഡ്റൂമിലൊക്കെ ഇത് വയ്ക്കുക. ബെഡ്റൂമിൽ പിന്നെ എന്താണ് വയ്ക്കുക? അയ കെട്ടാതെ അല്ലെങ്കിൽ പിന്നെ ഒരു ഹാങ്ങർ യൂസ് ചെയ്യാതെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ വെറുതെ പറയുകയാണ്. ഇത് ഒറ്റ കാര്യമുള്ളതിനകത്ത് ഈ പറയുന്ന ജലം പരിശുദ്ധമായ പരിപാവനമായ സ്ഥലങ്ങളിൽ ഇത് വീഴാൻ പാടില്ല. അതുപോലെ വീട്ടിലേക്ക് വരുന്നവർ ഈ കഴുകി ഇട്ടിരിക്കുന്നത് അങ്ങനെ കാണരുത്. ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ, നമ്മളാണെങ്കിൽ പോലും ഫ്രണ്ടിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ ഇത് കാണാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അഴ അല്ലെങ്കിൽ അയ അല്ലെങ്കിൽ അശ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ, ഇതിനകത്ത് നമ്മൾ നോക്കാനുള്ളൂ. ഞാൻ പറഞ്ഞു പൂജാമുറിയുടെ കാര്യം കൂടി പറഞ്ഞു. പൂജാമുറിയുടെ കാര്യം പറയുമ്പോൾ പലതും പറയുന്നുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. ദൈവങ്ങളുടെ ഫോട്ടോ വെക്കാൻ പാടില്ല, നിൽക്കുന്ന വെക്കാൻ പാടില്ല, കിടക്കുന്ന വെക്കാൻ പാടില്ല, ഇരിക്കുന്ന വെക്കാൻ പാടില്ല, ഓടക്കുഴലിൽ നിൽക്കുന്ന കൃഷ്ണൻ വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒത്തിരി കഥകളുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഭഗവത് ചൈതന്യം ഉള്ളതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആന്ധ്ര പോലത്തെ സ്ഥലങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് ചിത്രങ്ങളാണ്. ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉണ്ട്, അയ്യപ്പൻ്റെ ചിത്രമാണ് അവിടെ വെക്കുന്നത്. കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെ. അപ്പോൾ അതിന് എത്രത്തോളം പവർ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. അതിന് ഇപ്പം പ്രതിഷ്ഠയാണെങ്കിൽ നമുക്ക് പറയാം, എന്താണ് പ്രാണപ്രതിഷ്ഠ നടത്തിയതിന് ശേഷമാണ് ചൈതന്യം വർദ്ധിപ്പിക്കുന്നത്, അത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ പൂജാമുറിയിൽ ഇരിക്കുന്ന ഒരു ചിത്രം, നമ്മുടെ മനസ്സിന് ആ ചിത്രം കാണുമ്പോൾ കിട്ടുന്നത്, അതെങ്ങനത്തെ ആയിക്കോട്ടെ, അത് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം, നമ്മുടെ മനസ്സിനൊരു കുളിർമ, നമുക്കൊരു ധൈര്യം, എന്തെങ്കിലും നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ എന്തിനത് മാറ്റണം? ഒരു കാര്യമല്ല അതിനകത്ത്. ഈ ചിത്രങ്ങൾ നമ്മൾ പറയുന്നു, പലരും പറയുന്നു ശിവകാശിയിലെ വെറും പ്രസ്സിലാണ് ഈ ചിത്രങ്ങളൊക്കെ അച്ചടിച്ചത്. അതിനെയാണ് നമ്മൾ നോക്കി വന്നിക്കുന്നത്. ഈ ചിത്രം അച്ചടിച്ചുവെങ്കിൽ ഒരു കാര്യം കൂടെ ചിന്തിക്കുക, ഭഗവാൻ കിടക്കുന്ന രൂപം എന്ന് പറയുമ്പോൾ അനന്തശയനം, അത് തന്നെ എടുക്കാം ഉദാഹരണമായിട്ട്. അനന്തശയനത്തിൽ കിടക്കുന്ന രൂപത്തെ വർണ്ണിക്കപ്പെടുന്നുണ്ട്. എവിടെയാണ്? സഹസ്രനാമത്തിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ വർണ്ണിക്കപ്പെടുന്ന ഒരു പുരുഷ സൂക്തത്തിലും വളരെ വ്യക്തമായിട്ടാണ് വർണ്ണിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭഗവാനെ ഒരു കലയുടെ മാതൃകയിൽ അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെടുത്തി ഉണ്ടായ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചിത്രം ഉണ്ടായത്. അപ്പോൾ ശാന്താകാരം ഭുജംഗശയനം കിടക്കുന്നു എന്ന് തന്നെ പറയുന്നു. പക്ഷെ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, വളരെ വൈഡായിട്ടുള്ളൊരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് ഭഗവാനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല സാധാരണ മനുഷ്യന്. അതുകൊണ്ടാണ് അത് നമ്മളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പത്മനാഭം, നാഭിയിൽ നിന്നും വരുന്ന പത്മം, ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ആ താമരപ്പൂ ഉണ്ട് അതിനകത്ത്,
പിന്നെന്താ വിശ്വാധാരം ഗഗന സദൃശ മേഘവർണം ശുഭാംഗം. അപ്പം അടുത്ത് ലക്ഷ്മിയുടെ സാന്നിധ്യം, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം, ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ കൃഷ്ണനെ വർണ്ണിക്കുന്ന ഭാഗങ്ങളുണ്ട്. കൃഷ്ണന്റെ കയ്യിൽ എപ്പോഴും ഓടക്കുഴലുണ്ടായിരുന്നു അല്ലേ? ഒരു മയിൽപ്പീലി ഉണ്ടായിരുന്നു. മയിൽപ്പീലിയുടെ കഥയുണ്ട്. അത് ഒരു 2 യുഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്, മയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ജലം തേടി പോകുന്നതൊക്കെ. അപ്പോൾ അത് ഇത്രയും ഈ രീതിയിൽ ഭഗവാനെ ആലേഖനം ചെയ്യുക, വെച്ചിരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രം ഇപ്പം ദേവി നിൽക്കുന്നതായിക്കൊള്ളട്ടെ, ഇരിക്കുന്നതായിക്കൊള്ളട്ടെ, ഭഗവാൻ കിടക്കുന്നതായിക്കൊള്ളട്ടെ, ഓടക്കുഴലുമായിട്ട് നിൽക്കുന്ന കൃഷ്ണനായിക്കൊള്ളട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്താ തോന്നുന്നത്? ആ വീട്ടിലെ ധനമില്ലാതാവും, കഷ്ടപ്പാടാവും, മറ്റേതാവും, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എങ്ങനെയാണത്? ഒരു വിളക്ക് മാത്രമേ നിങ്ങൾ കത്തിക്കുന്നുള്ളൂ. നിങ്ങളുടെ അവിടുത്തെ ഈശ്വരൻ എന്ന് പറയുന്നത് ആ ദീപമാണ്, അല്ലെങ്കിൽ ആ വിളക്കാണോ? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന എന്താ? നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ആ വിളക്കിനെ കാണുന്നു, ആ ദീപത്തെ കാണുന്നു, അതിന് ഈശ്വരനായിട്ട് കാണുന്നു, ശുദ്ധവും വൃത്തിയായിട്ട് നമ്മളത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതുപോലെ വരാഹി ദേവിയുടെ ചിത്രം വയ്ക്കാൻ പാടില്ല. ഇതൊക്കെ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആരാധനാമൂർത്തി, നിങ്ങൾക്കൊരു ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഇഷ്ടദൈവമുണ്ടെങ്കിൽ, ആ ഇഷ്ടദൈവം ഒരു അനിമലിൻ്റെ ഒരു രൂപസാദൃശ്യമുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മനുഷ്യനും പകുതി മൃഗവുമായിട്ടുള്ള രീതിയിലുള്ളതാണെങ്കിൽ, ഉദാഹരണം നരസിംഹമൂർത്തി അല്ലേ? അത് എങ്ങനെയാണ് ചിത്രം ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന പകുതി മനുഷ്യനും പകുതി മൃഗവുമായിട്ടുള്ള സിംഹത്തെയും കൂടെ ചേർത്താണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ മുഖവും ഉള്ള ഒരു കക്ഷിയുണ്ട്. സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ മുഖവും. നമ്മൾ നരസിംഹത്തിൽ എന്താണ്? സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമാണ്. ഇപ്പോൾ മറ്റേതെന്താണ്? അതിനെ വിളിക്കുന്ന പേര് സ്വിങ്സ് എന്നാണ്. ഈജിപ്തിൽ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസ്കാരമാണത്. ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്വിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള വരാഹി ദേവിയാണെങ്കിലും പന്നിയുടെ രൂപമാണ് മുഖത്തിന്, മാത്രമല്ല ഉടല് ദേവിയുടെയുമാണ്. അപ്പം അത്തരത്തിലുള്ള ഗണപതി, അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വയ്ക്കുകയാണ്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഉപാസനാമൂർത്തിയാണെങ്കിൽ, നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ കൂടുതൽ, നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന പ്രാർത്ഥനകളെക്കാൾ കൂടുതൽ ഇരട്ടി ഫലം നൽകുന്നു എന്നാണ് പറയുന്നത്. മൃഗരൂപങ്ങളിലുള്ള ഈശ്വര സങ്കല്പം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലും ആരാധിക്കാം അല്ലേ? നമ്മുടെ സനാതന ധർമ്മം പറയുന്നത് എന്താണ്? എല്ലാത്തിനെയും ആരാധിക്കാം. കല്ല്, മണ്ണ്, പട്ടി, പൂച്ച, എന്തൊക്കെ ഉണ്ടോ അതിനെയെല്ലാം നമുക്ക് ആരാധിക്കാം, ചിത്രം വയ്ക്കാം. ഇനി മറ്റൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ വെക്കുന്നത് ഡ്രാക്കുളയുടെ ചിത്രമാണെന്നിരിക്കട്ടെ, എന്താ മനസ്സിൽ തോന്നുക അല്ലേ? അല്ലെങ്കിൽ ഒരു യക്ഷിയുടെ ഒരു വളരെ ഭീകരമായിട്ടുള്ള ഒരു രൂപം വെച്ചിരിക്കുകയാണ്, അതിൻ്റെ മുമ്പിലാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുക? നിങ്ങൾക്ക് എന്തെങ്കിലും അത് കാണുമ്പോൾ ഒരു ആനന്ദം വരുമോ? അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ അതിനെ കൈകൂപ്പുമോ? ഇല്ല. ചിലപ്പോൾ ഉണ്ടാവട്ടോ, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ എന്താ പറയുന്നത്, ഡിഫറൻ്റായിട്ട് ചിന്തിക്കുന്നവരുണ്ടോ, ആധികാരികമായിട്ട് ചിന്തിക്കുന്നവരുണ്ടോ. അവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും, സാധാരണ മനുഷ്യനത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കാവോ എന്നുള്ളതിനെക്കുറിച്ച്. ഈ സ്വന്തം അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ മക്കളല്ലാതെ പിന്നെ ആരാ നാട്ടിലുള്ളവർ കൊണ്ട് വയ്ക്കുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞെടുത്ത് തന്നെയാണ് നമ്മൾ പോക്കറ്റിനകത്ത് കൊണ്ട് കിടക്കുന്ന നോട്ടിനകത്തിരിക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് അറിയാം. പുള്ളിക്കാരെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ ഇതൊക്കെ വെറുതെ തട്ടിപ്പിനായിട്ട് വേണ്ടി പറയുന്നതാണോ? കുറച്ചുകൂടെ ലോജിക്കായിട്ട് ചിന്തിക്കുക, എന്നിട്ട് മാത്രം കാര്യങ്ങൾ നിങ്ങളും കൂടെ ഉൾക്കൊള്ളുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എനിക്കിവിടെ പറയാനുള്ള സംഭവം എന്ന് പറയുന്നത് അശയെക്കുറിച്ചായിരുന്നു. ഇനി മറ്റൊന്ന്, നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതെങ്ങനെ ഉള്ളതാവാം, വെക്കാം. പിന്നെ ചിലർ പറയുന്നു മീശയുള്ള ശിവനെ വെച്ചൂടാ, മീശയില്ലാത്ത ശിവൻ വേണം, ശിവൻ്റെ ഫോട്ടോ വെക്കാൻ പാടില്ല, ശിവലിംഗത്തിൻ്റെ ചിത്രം വെക്കാൻ പാടില്ല. ഞങ്ങളുടെ പൂജാ റൂമിൽ വന്ന് കാണണം. എനിക്ക് തോന്നുന്നു ഭൂപടത്തിലില്ലാത്ത ചില ദൈവങ്ങളും കൂടെ അതിനകത്ത് കാണും. അങ്ങനെയുള്ള പൂജാ റൂം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ മുതൽ കണ്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലം മുതൽ. പിന്നെ ഈ കാലാന്തരത്തിൽ മാറ്റം ഉണ്ടായി, ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ചിലർ പറയും ദൈവങ്ങളുടെ ചിത്രം വെക്കാനേ പാടില്ല എന്നുള്ളത്.
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മനസ്സിൽ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടോ അത് കാണുമ്പോൾ? അതില്ലെങ്കിൽ എടുത്ത് മാറ്റി കളഞ്ഞേര്. അതുണ്ടെങ്കിൽ ഇതൊക്കെ വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ലെങ്ത് ഒന്നും കൂട്ടുന്നില്ല. അപ്പോൾ എവിടൊക്കെയാണ് അയയുടെ സ്ഥാനം എന്ന് ഞാൻ പറഞ്ഞു. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം ഇനിയും.